الله أكبر الله أكبر الله أكبر أشهد أن لا أشهد أن لا സിമ്മു, ഡി എഴുന്നേൽക്ക്. നേരം വെളുക്കിട്ടുമ്മ. 6 മണിയായി. നാളെ പരീക്ഷയുള്ളതല്ലേ? നാളെ പരീക്ഷയില്ല. നാ അവിടെ കിടന്നോ, പഠിക്കണ്ട. ആ കുട്ടികൾ എഴുന്നേറ്റോ? ഇല്ല, പഠിക്കണമെന്നൊരു ചിന്തയില്ലല്ലോ അവർക്ക്. ശിവശങ്കരൻ, നമസ്കാരം ഡോക്ടറെ. ഇപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. റിസൾട്ട് എല്ലാം കിട്ടിയോ? ദാ ശിവ കൂടാരും വന്നില്ലേ? ഇല്ല, ഞാൻ തനിയെ. നേരിട്ട് പറയുന്നതിൽ വിഷമമുണ്ട് ശിവശങ്കര. കിഡ്നി മാറ്റിവെക്കലല്ലാതെ മറ്റു മാർഗമില്ല. താൻ എത്രയും പെട്ടെന്നൊരു ഡോണറെ കണ്ടുപിടിക്കും. സർ, സാരമില്ലടോ. രാജീവേ. ചേട്ടനോ? വാ. നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ തുടങ്ങുമായിരുന്നോ? ഞങ്ങളൊരു പർച്ചേസിന് പോകാൻ ഇറങ്ങുമായിരുന്നു. ചേട്ടൻ എന്താ പതിവില്ലാതെ? എൻ്റെ കാര്യം നീ അറിഞ്ഞില്ലേടാ. കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഞാൻ അറിഞ്ഞായിരുന്നു ചേട്ടാ. മരുന്ന് കഴിച്ചാൽ മാറില്ലേ? മരുന്നൊക്കെ ഒത്തിരി കഴിച്ചതാടാ, ഒരു മാറ്റവും ഇല്ല. പിന്നെ ഇനി ഇതേ ഒരു മാർഗമുള്ളൂ. അതിനൊക്കെ ഒത്തിരി ക്യാഷ് ചിലവില്ല ചേട്ടാ. തന്നെയുമല്ല, കിഡ്നി തരാൻ ആൾ വേണ്ടേ? പണം കൊടുത്താൽ കിഡ്നി തരാൻ ആളുണ്ടടാ, പക്ഷേ വലിയ തുകയെ ചോദിക്കുന്നത്. എടാ, നീ വിചാരിച്ച കുറച്ച് പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റില്ലേ? ചേട്ടാ. രാജീവേട്ടാ, ഒന്നിങ്ങി വന്നേ. അവൾ ഒരുങ്ങിയെന്ന് തോന്നുന്നു. ചേട്ടൻ ഇരിക്കേ, ഞാനിപ്പോൾ വരാം.
എന്താടി? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉള്ള കാശെല്ലാം പെറുക്കി അയാൾക്ക് കൊടുക്കാനാണോ? എടി പതുക്കെ പറ, ചേട്ടൻ കേക്കും. കേട്ടാൽ എനിക്കൊന്നുമില്ല. എന്റെ വീട്ടുകാരുടെ സഹായം കൊണ്ടാ നമ്മൾ ഈ നിലയിലെത്തിയത്. ചേട്ടൻ ജീവിതം പോലും വേണ്ടെന്ന് വെച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്. ആരെങ്കിലും പറഞ്ഞോ വേണ്ടെന്ന് വെക്കാൻ? കുടുംബം നോക്കാൻ കഴിയില്ല, അത്ര തന്നെ. പിന്നെ എല്ലാവർക്കും പറയാൻ കാണും ഓരോരോ കഥകൾ. ദേ വില 5 10 കൊടുത്തു വിട്, അതിൽ കൂടുതൽ കൊടുക്കാൻ സമ്മതിക്കില്ല ഞാൻ. എടി നിന്റെ നാവം നടക്ക്. ഞാൻ ചേട്ടനോടൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ. ആ ഖാദർക്കയോ? വാ. ആ എടാ സുമേഷ് കയറിയില്ലടാ. ശിവശങ്കര, ചികിത്സയൊക്കെ എന്തായി? ഉണ്ണിത്താൻ ഡോക്ടർ എന്ത് പറഞ്ഞു? ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അനിയനിപ്പോൾ വരാറില്ലേ? ആ വരും. ആരും വരാറില്ലേക്കാ. നമ്മുടെ രഘുവിൻ്റെ മകനാണ് എന്തെങ്കിലുമൊക്കെ സഹായിക്കുന്നത്. രഘുവിനെ ശിവേടൻ ഒത്തിരി സഹായിച്ചിട്ടുള്ളതല്ലേ. നിന്റെ അനിയൻ രാജീവിന് വേണ്ടിയല്ലേ നിന്റെ ജീവിതം തുളച്ചു കളഞ്ഞത്? അതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടായിക്ക. അവന് കുടുംബമൊക്കെ ആയില്ലേ, തനിയെ തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. മറ്റാരെങ്കിലും നീ പറഞ്ഞിരുന്നോ? ദാ ശിവ, എന്താടാ ഇത്? ഞാൻ ആരോട് പറയാനാണ്? കാശുള്ള സ്വന്തക്കാരൊക്കെ കൈമലർത്തുക. തിരിച്ചു കിട്ടുമെന്ന് ഒരുറപ്പുമില്ലല്ലോ. ശിവ, കാശിന്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. ബാക്കി പൈസയൊക്കെ നമുക്ക് ശരിയാക്കാം. ശിവേട്ടൻ വിഷമിക്കണ്ട, ഒക്കെ റെഡിയാവും. നമ്മൾ കൂടപ്പുറപ്പുള്ളല്ലടാ. നേരം പയ്യി, നീ വിശ്രമിക്കടാ. ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാൻ ചായ എടുക്കുന്നേ, ഇരിക്കേ. വേണ്ടടാ, പോയിട്ട് ധൃതിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പേപ്പറുകളൊക്കെ റെഡിയാക്കാനുണ്ട്. സർക്കാർ ഓഫീസിലെ കാര്യമൊക്കെ നിനക്ക് അറിയാമല്ലോ. തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വരുമ്പോൾ തന്നെ രാത്രിയാവും. നിന്നെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ടാ. ഇറങ്ങട്ടെടാ. നമ്മുടെ IAS എന്ത് പറയുന്നു? ട്രെയിനിങ് കഴിഞ്ഞോ? ഇല്ലടാ, ഇപ്പം ഡെറാഡൂണില്ല. അതെയോ? പോട്ടെ. അവള് മിടിക്കുക വരട്ടെ. ഇർഫാൻ, നീ എന്താ ഇവിടെ? എടാ, വാപ്പ വരാൻ സമയം, നീ വേഗം പോക്കോ. നീ എൻ്റെ കൂടെ വരാൻ സമ്മതിക്കാതെ ഞാൻ പോവില്ല. നീ മയക്കുമരുന്ന് നിർത്തിയിട്ട് എന്നെ കാണാൻ വന്നാൽ മതി.
3 കൊലപാതകങ്ങൾ നടന്നിട്ട് ദിവസം 3 എടോ, പ്രതി പോലീസിന്റെ മൂക്കിൻ തുമ്പത്തുണ്ടെന്നാണ് ജനസംസാരം. അറിയാം സാർ. വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ കുറ്റവാളി ആരായിരുന്നാലും അറസ്റ്റ് ചെയ്തിരിക്കും. DYSP ബെഞ്ചമിന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ആക്ഷൻ ടീം അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു സാർ. ആക്ഷനോ റിയാക്ഷനോ എന്ത് തന്നെയായാലും 3 ദിവസത്തിനുള്ളിൽ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കണം. എടോ, അറിയാമല്ലോ, നിയമസഭ തുടങ്ങാൻ പോവാ. പ്രതിപക്ഷം എന്നെ എടുത്തിട്ട് അലക്കും. ഓക്കെ സാർ, ഞാൻ പ്രോഗ്രസ് അപ്പപ്പോൾ അറിയിക്കാം സാർ. ബെഞ്ചമിൻ, ഹോം മിനിസ്റ്ററാ, കാര്യങ്ങൾ എന്തായി? ആ സമയത്ത് മൊബൈൽ ടവറിൽ വന്നിട്ടുള്ള ഫോൺ കോളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് സാർ. അടുത്തുള്ള CCTV എല്ലാം ചെക്ക് ചെയ്യണം. ഒന്നും നിസ്സാരമായി വിടരുത്. സൂചനകൾ ലഭിച്ചിട്ടുണ്ട് സാർ. ബെഞ്ചമിൻ, ഖാദറിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല സാർ, അയാളൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. എല്ലാവർക്കും അയാളെപ്പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ IAS ട്രെയിനിങ്ങിലാണ്. ഓ, ഐ സി. നിങ്ങളുടെ സമയം കളയണ്ട. സംശയമുള്ള ആരെയും കസ്റ്റഡിയിലെടുത്തോ. നിങ്ങളെ തടയാൻ ആരും വരില്ല. താങ്ക് യു സാർ. ആരാടാ നീയൊക്കെ? ചെകുത്താന്റെ മുടയിൽ നിനക്കൊക്കെ എന്താ കാര്യം? ഈ സ്ഥലം ഒന്ന് കാണാമെന്നാടാ മക്കളെ. ആരാടാ സിയാദ്? പോലീസാ? സിയാദ് ഞാൻ തന്നെ. നിന്റെ പേര് പിന്നെ നിന്റെ അപ്പം പറയുമ്പോടാ. ഒന്ന് പോ സാറേ. എന്നെ തല്ലിപ്പറയിപ്പിക്കാൻ വേറെ ആളെ നോക്കണം. അവനെ കെട്ടുപിടുത്തതുപോലെ അവന് വേദന അറിയില്ല. വാടാ, പറയടാ, അവൻ എവിടെ ഒളിച്ചിരിക്കുന്നു? പറയടാ, പറയടാ. എനിക്കറിയില്ല സാർ, എനിക്കറിയില്ല സാർ, പ്ലീസ് സാർ. ആലപ്പുഴ കോട്ടക്കലോറാവുന്ന വീട്ടിന്റെ അടുത്തോട്ട് സാറേ അവൻ. തോമസേ, ഇങ്ങ് പോരെ. സന്തോഷം നല്ലവനാ. നീ അവനെ ഒറ്റയല്ലടാ. എനിക്ക് വയ്യ തല്ലുകൊള്ളാൻ. അവനെ കുഞ്ഞുകൂടെ മാനം പോലല്ല. AK മോൾ ഇവിടെ തന്നെ ഉണ്ട്. കുറേയേറെ നാളുണ്ടാവും. ശരി ശരി.
നമസ്കാരം സാർ. നമസ്കാരം. ആ ഖാദർ ഇപ്പോൾ ഇവിടെയാണോ താമസം? അതെ സാർ, ഇക്കൈ മോൾ ഇവിടെ തന്നെയാണ്. തൽക്കാലം അങ്ങോട്ടും ഇവിടെ യാതൊരു ഉദ്ദേശവും ഇല്ല. അതൊക്കെ ശരി. ഇനി ഞങ്ങൾ വന്ന കാര്യം പറയാം. ഖാദറിനെ കസ്റ്റഡിയിലെടുക്കാനാണ് ഞങ്ങൾ വന്നത്. എന്തിന്? എന്ത് കുറ്റത്തിന്? ഇർഫാനെ കൊന്ന കുറ്റത്തിന്. ആ നായിൻ്റെ മോനെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ കൊന്നേനെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത് ചെയ്തത് ഞാനല്ല. എല്ലാ തെളിവുകളും നിങ്ങൾക്കെതിരാണ്. അവനെ കിട്ടിയ സ്ഥലത്ത് നിങ്ങളെ കണ്ടവരുണ്ട്. അതുകൊണ്ട് കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുക, അത് നടക്കത്തില്ല സാറേ. ഇക്കയെ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങളുടെ ശവം വീഴണം. നിങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിൽക്കരുത്, സഹകരിക്കണം. സാറേ. സുമേഷേ, അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ, തടയണ്ട. നിങ്ങൾ മാറി നിൽക്ക്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്നെ ഒന്നും ചെയ്യാനും കഴിയില്ല. സാറേ, സാറേ, ഇർഫാനെ കൊന്നവനെയല്ലേ നിങ്ങൾക്ക് വേണ്ടത്? അത് ഞാനാ. ശിവ, നീ തമാശ പറയല്ലേ? തമാശ അല്ലേക്ക. ആ കഴിവേറി കൊന്നത് ഞാനാ, ഈ കൈ കൊണ്ട്. അതിനുള്ള എല്ലാ തെളിവുകളും ഞാൻ തരാം സാർ. മോനെ, Ha ha ha.